ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങൽ നെട്ടിച്ചാടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു 2-3 വീഡിയോ അങ്ങ് കാണിച്ചു തരാം. ഇന്ന് ആന മുടി വെട്ടാൻ പോവാണ്. നല്ല ഫ്രീക്കാക്കിയാണ്ട് വെട്ടാന് വിചാരിച്ച് ഇമ്മച്ചിനെ കൊണ്ടുപോവില്ല. ഇമ്മച്ചിനെ കൊണ്ടായ ഇമ്മച്ചി പറയും ചെറുതാക്കി വെട്ടാൻ. അസ്സലാമലൈക്കും. ഇന്ന് 7ാമത്തെ നോമ്പ് തുറയാണ്. അപ്പൊ നമ്മൾ ഇമ്മച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്താ കാണിച്ചു തരാം. അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല അടിപൊളിയായിട്ടില്ലേ? അണ്ട് ചെറിയ കുഞ്ഞു കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല അവതരണം കാര്യങ്ങളൊക്കെ. നമ്മളെ ബാക്കിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവരിപ്പോൾ സ്കൂൾ വിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നേരെ പോയി അവരൊന്ന് പരിചയപ്പെടാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഹായ്, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സലാം അടക്കില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്. നീ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. അപ്പം നീയാണ് മൂത്തത് അല്ലേ? ആ, നീയാണ് ആ വീഡിയോൻ്റെ ആള് അല്ലേ? ആ, ഒന്ന് ചിരിച്ചേ. ആ, ചിരിച്ചപ്പോൾ വേഗം മനസ്സിലാവും കേട്ടോ. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖാണോ? സ്കൂൾ വിട്ടിപ്പോൾ വന്നിട്ടുള്ളൂ തന്നെ? എപ്പോൾ പോയതാ? രാവിലെ എപ്പോഴാണ് പോയത് സ്കൂൾക്ക്? 9:30. ആ, ഇപ്പം സ്കൂൾ വിട്ട് വന്ന് 3:30 അല്ലേ? എങ്ങനെയൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ? എങ്ങനെയുണ്ട്? പഠനമൊക്കെ ഉഷാറാണോ? തന്നെ? എവിടുന്ന ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യല്? ആ, വീട്ടിൽ നിന്നല്ലേ? നോമ്പിന് വൈകുന്നേരം ചെയ്യും അല്ലേ? എപ്പോഴാണ് വീഡിയോ ഒക്കെ പിന്നെ ഫേസ്ബുക്കിൽ ഇടാറില്ലേ? രാത്രി. ആരാ വീഡിയോ എടുത്തരല്ലേ? ഇമ്മച്ചി. വീഡിയോ ഫേസ്ബുക്കിൽ ആരാ ഇടല്ലേ? രണ്ടാൾക്കും പങ്കുണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? കമൻ്റൊക്കെ വായിക്കലുണ്ടോ വീഡിയോയിൽ വരുന്നേ? സൂപ്പർ എന്ന് പറയില്ലേ? സ്കൂളിൽ നിന്നൊക്കെ ടീച്ചർമാർക്ക് കാണലുണ്ടോ എൻ്റെ വീഡിയോ? നമ്മൾ പേര് ചോദിക്കാൻ മറന്നല്ലോ. എന്താ പേര്? എന്റെ മദ്രസയിലെ സ്കൂളിൽ വിളിച്ചിട്ടുണ്ട് പേര് ഷയാനിന്റെ കാക്ക് വിളിച്ചിട്ടുണ്ട് പേര് സൈമാടിനെ എൻ്റെ ഉപ്പച്ച വിളിച്ചിട്ടുണ്ട് പേര് സൗണ്ട്. പടച്ചോനെൻ്റെ വാപ്പയെ 3 പേരാ? മാഷാ അല്ലാ, മാഷാ അല്ലാ. എൻ്റെ പേരെന്താ? ഷഹാം അല്ലേ? ഒരു പേരെന്നെ ഉള്ളൂ? ഇവന് 3 പേരുണ്ട്. അപ്പൊ എനിക്കെന്താ ഒന്നായി? ഇമ്മനെ ശ്യാമോനെ വിളിച്ചോ, പിന്നെ ഇവനെ സാമാണ്ടിന്ന് വിളിച്ചോ. സാമാട്ടി. ആ, പിന്നെ ഇപ്പച്ചി സ്വർണം വിളിച്ചു. സ്വർണം. ആ, ശരി. 2 സ്വർണ്ണാണ് അപ്പം അല്ലേ? നല്ല വില ഉണ്ട് ഇട്ടപ്പോൾ സ്വർണത്തിന്. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല സംഭവം, നല്ല രസമാണ്, അടിപൊളിയാണ് വീഡിയോ. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു അവതരണം ഇവരോട് നമുക്ക് ചെയ്യിക്കാം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് 19 നോമ്പാണ്. അപ്പം നമ്മൾ ഇമ്മച്ചുണ്ടാക്കിയ സ്പെഷ്യൽ കാണിച്ചു തരാം. നല്ല അടിപൊളി പത്തിരി ഉണ്ട്, അടിപൊളി ചിക്കൻ കറിയും, പിന്നെ ജ്യൂസ് അരച്ചിട്ടുണ്ട്. ഇപ്പച്ചിൻ്റെ ഷമാവും ജ്യൂസാണ്. എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? ഇതന്നെയാണ് ഓരോ നോമ്പിനും വൈകുന്നേരങ്ങളിൽ വീഡിയോ എടുക്കും, രാത്രി അത് അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. കാരണം വെച്ചാൽ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ അവതരണം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ നല്ല അടിപൊളിയാവട്ടോ. കാരണം വെച്ചാൽ ആർക്കും ഒരു വെറുപ്പില്ലാത്ത, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വീഡിയോസും ഇല്ല. നല്ല കാര്യങ്ങൾ മാത്രം, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം. അത് ആ തനി നാടൻ ശൈലി, മലപ്പുറം ശൈലിയിൽ, അതാണ് അവതരണം. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ആൾക്കാർക്ക് എൻ്റെ പല്ല് കാണാൻ ഇഷ്ടം. കമൻറ്റ് വായിക്കലുണ്ടോ? ആ, മോനിസിൻ്റെ പല്ല് കാണാൻ നല്ല ഇഷ്ടം, ചക്കര കൊപ്പര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ കമൻറ്റ് ഞാൻ വായിക്കലുണ്ട്. മോൻ വായിക്കലുണ്ടോ? വായിച്ചു തരലുണ്ട് അല്ലേ? മദ്രസയിൽ എവിടെ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാ? 1. ആശമാരോ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ എന്താ പറയാ വീഡിയോ കണ്ടിട്ട്? അവരൊക്കെ കാണണ്ടാവുമല്ലോ വീഡിയോ. എന്താ പറയാ? നല്ല അടിപൊളി വീഡിയോ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചൊക്കെ വലുതായി 1ാം ക്ലാസ് പോയി 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ 10ാം ക്ലാസ്സൊക്കെ എത്തി ഇങ്ങനെ വലിയ ആളാകുമ്പം ഭാവിയിൽ എന്താകണം എന്ന് ആഗ്രഹം മോനുസിൻ്റെ? പൈലറ്റ്. മാഷാ അല്ലാ, പൈലറ്റ് ആണല്ലേ? അത് ചെറിയ പരിപാടിയൊന്നുമല്ല, വലിയ പരിപാടിയാണിത്. കുറേ പൈസ വേണ്ടി വരും. എന്താ ചെയ്യുക?
പൈസ ഉണ്ടാക്കണം. ആരുണ്ടാക്കി തരും? ജോലി എടുത്തുകൊണ്ട്. എന്ത് ജോലി എടുക്കുക? ദുബായ് ജോലി. ദുബായ് ജോലി. ദുബായിൽ പോകണം. ആദ്യം ദുബായിൽ പോകണം, എന്നിട്ട് പിന്നെ ഒരു പൈലറ്റ് ആണ്. നല്ല ആഗ്രഹമല്ലേ? നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഷെയ്മാണ്ടി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ മോന് ഭാവിയിൽ ആരാണെന്നൊക്കെ? അപ്പോൾ ഷെയ്മാണ്ടിൻ്റെ ജ്യേഷ്ഠനാണ് കേട്ടോ. മോൻ്റെ പേരെന്ന് പറഞ്ഞേ? ഷഹാം വീഡിയോസിൽ ഉണ്ടാണ്ട്. ലാസ്റ്റ് വന്നിട്ട് ഷഹാമ തുടങ്ങി വെച്ച് പിന്നെ ഷെയ്മാണ്ടി ഓനെ കടത്തി വെട്ടിയാഞ്ഞി അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ലാസ്റ്റിക്ക് ഷഹാം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം എന്നൊക്കെ ഇവൻ പറയും. എങ്ങനെയുണ്ട് നിങ്ങളെ വീഡിയോസൊക്കെ? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയാണ് വീഡിയോസ് തുടങ്ങണം തോന്നിയത്? തുടക്കം ഉണ്ടാവുമല്ലോ. ഇമ്മച്ചി ഞാൻ ഇവിടെ ഫോൺ കാണുമ്പോൾ ഇമ്മച്ചി ഒന്ന് കണ്ട് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ പറഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞു. എന്നാണ്? എത്ര കാലമായി? ഒരു 2-3 വർഷമായി. 2-3 വർഷമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലേ? അങ്ങനെ തുടങ്ങി. എന്താ ഫസ്റ്റ് വീഡിയോ ഇട്ടത് തുടക്കത്തിൽ? ഓർമ്മ ഉണ്ടോ? അത് ഇമ്മച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങുക അറിഞ്ഞാണ്ട് അതിൻ്റെ വീഡിയോ ഇട്ട്. പിന്നെ അടുത്തതോ? അടുത്തത് ഇപ്പോൾ ഓർമ്മയില്ലേ? പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ചാനലിന് എന്താ പേര്? ഏയിലാണ് യൂട്യൂബിൽ ഷാമോൻ ഷെയ്മോൻ വേൾഡ്. പിന്നെ ഇതിലോ ഫേസ്ബുക്കിലോ? ഷാമോൻ വേൾഡ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ ഉഷാറായി നല്ല കമ്പനികളൊക്കെ വരൽ തുടങ്ങി. ഈ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ? ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അല്ല, നോമ്പായതുകൊണ്ടായിട്ടുണ്ട്. നോമ്പാണ്ട് വീട്ടിലത്തെ മാത്രം അല്ലേ? അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ പുറത്തുനിന്ന് ഉണ്ടാക്കലുണ്ട്. ഏത് ജ്യൂസൊക്കെ ഉണ്ടാക്കല്? മാംഗോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ചിക്കു ജ്യൂസ് ഒക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, വീഡിയോ എടുക്കുമ്പോൾ ഷർട്ട് ഇടലല്ലോ, എന്താ അങ്ങനെ? ഷർട്ട് ഇടണ്ടാന്ന്. ഷർട്ട് ഇടാതെ രസല്ലേ? ഷർട്ട് ഇടാതെ കുറെ ലൈക്കും കമന്റും. മാഷാഅല്ലാ ട്രിക്കാണൊക്കെ ഉമ്മച്ചിൻ്റെ അല്ലേ? അപ്പം മോന് പിന്നെ ഷർട്ട് ഇടാതെ വീഡിയോ ഒക്കെ അല്ലേ? എവിടുന്ന? വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയല്. അപ്പം ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഇവരെ പുതിയ വീട് എടുക്കുക കേട്ടോ. പുതിയ വീടിൻ്റെ മുന്നിൽ നമ്മളുള്ളത്. ഇവരെ വീട് കുറച്ച് താഴെയാണ്. അപ്പോൾ നമുക്ക് സൗകര്യം ഇടായപ്പം ഇവിടെ നിന്ന് നമ്മൾ വീട് എടുക്കണം കേട്ടോ. മാഷാഅല്ലാ നല്ലൊരു അടിപൊളി വീടാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് വേണം ഈ കുഞ്ഞു മക്കൾക്ക്. ഇവരെ ഉപ്പാക്കും ഉമ്മാക്കും ആകല്ലേ 2 ആളല്ലോ നിങ്ങൾ? 2 മക്കളല്ലേ? ഇൻഷാല്ലാ ഭാവിയിൽ വളർന്നു വരെ നല്ല അടിപൊളി കുട്ടികളാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം. വീട് പണിക്ക് ഉഷാറായി മുന്നോട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും നല്ലൊരു വീടാണല്ലോ. എങ്ങനെയുണ്ട് നമ്മളെ വീട്? ഇൻഷാല്ലാ ഇവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്യണം ഇല്ലേ? ഇന്നിപ്പം ഇനി എപ്പോഴാണ്? രാത്രി പിന്നെ വൈകുന്നേരം പോയിട്ട് വീഡിയോ എടുക്കും അല്ലേ? എപ്പോഴാണ് എടുക്കുക? 6 മണി 6:30 ആവും. തന്നെ. ഇന്ന് എന്തൊക്കെയാണ് വീട്ടിൽ ഭക്ഷണങ്ങൾ അറിയോ? ഉമ്മാക്കേ അറിയുള്ളൂ അല്ലേ? അതെങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് തുടങ്ങും അല്ലേ? ഹലോ ഗായ്സ് അങ്ങനെ തുടങ്ങല്? അസ്സലാമു അലൈക്കും അല്ലേ? അത് നല്ല പരിപാടി. സലാം പറഞ്ഞേ അല്ലേ ഫസ്റ്റിൽ തന്നെ? അപ്പം സംഗതി ഉഷാറാണ്. നമ്മളെ ഷെയ്മോനും ഷെയ്മാട്ടിയാണ് പേര്. എനിക്ക് അങ്ങോട്ടൊക്കെ മാറട്ടോ, എങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ സ്വർണ്ണം എന്നൊക്കെ വിളിക്കും വരെ. എന്തായാലും ഇവരെ ഉപ്പ നമ്മളെ കൂടെ ഉണ്ട്. ഉമ്മ ടീച്ചറാണ്, ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഉപ്പാനെ പരിചയപ്പെടാം അല്ലേ? അസ്സലാമു അലൈക്കും. എന്താ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് ഷഹീർ. എങ്ങനെയുണ്ട് നമ്മളെ മക്കളൊക്കെ? ഉഷാറായിട്ട്? അടിപൊളിയാണ്. വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. അപ്പോൾ ഈ നോൻപിനാണ് വൈറലായത്. അതിനിപ്പോൾ 3 വർഷം മുമ്പ് നമ്മൾ ചെയ്തതിന് വീഡിയോ ഒക്കെ. പക്ഷേ ഈ പ്രാവശ്യമാണ് ഇപ്പോൾ നോൻപിനൊക്കെ എല്ലാവരും വൈറലായത്. എങ്ങനെ നിങ്ങൾക്ക് നോമ്പിന് ഇപ്പം ഇവരെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രചോദനം വന്നത് എങ്ങനെ? നിങ്ങളുണ്ടാക്കിയ ജ്യൂസാണ് അടിപൊളി എന്നൊക്കെ പറഞ്ഞവര്. അത് ഇപ്പോൾ കഴിഞ്ഞ നോൻപിന് ഇവരെ ജ്യൂസ് ഉണ്ടാക്കേണ്ട വീഡിയോ ഇവരെ ചെയ്യലേ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ജ്യൂസ് അടിച്ച് ഇവിടെ വെക്കും പോലെ അത് വൈറലാക്കും. അങ്ങനെ ചെയ്തത്. ഉമ്മാന്റെ ജ്യൂസ് ഇവർക്ക് അത്ര പോരാ. ഇല്ല ശരിയല്ലേ? പിന്നെ ഞാൻ 2 ദിവസം അപ്പുറം വീഡിയോ കണ്ട് മുടി വെട്ടണ വീഡിയോ. എന്താ ഇവ പറഞ്ഞ മാതിരി വെട്ടി കൊടുക്കാഞ്ഞേ? അതേമാതിരി വെട്ടിയിട്ടില്ലല്ലോ? ഇല്ല. എന്ത് ചെയ്തേ? സത്യം പറഞ്ഞോ? റൗണ്ട് എങ്ങനെ? മോനെങ്ങനെ വെട്ടാൻ പറഞ്ഞേ? അത് നല്ല പരിപാടി. നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കാഞ്ഞ്? വൺ സൈഡ് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമുക്കൊരു മോശമാണല്ലേ? നമ്മളൊരു മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ അല്ല. ഞാൻ തമാശ പറഞ്ഞാട്ടോ, എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിന് ചോദിച്ചെന്നുള്ളൂ. അതിപ്പോൾ ഞാൻ ആരും അങ്ങനെ വെട്ടലില്ല. ഇവിടെ ആരും വെട്ടലില്ല. അതൊക്കെ നമുക്ക് ആ നാടൻ ശൈലിയിൽ മതി. ഓവറായിട്ടൊന്നും വേണ്ട. അവരെ സംസാരം എങ്ങനെയാണല്ലോ ആ നാടൻ. ഈ നാടൻ ശൈലി ആയതുകൊണ്ടാണ് ഇവർക്ക് വീഡിയോസിന് ആൾക്കാർ ഇത്ര. നേരെ മറിച്ച് നല്ല അടിപൊളിയായിട്ട് സംസാരം കാര്യങ്ങളൊക്കെ ഇത്ര ആളുണ്ടാവില്ല. ഇവരെ സംസാരം കേൾക്കാൻ ആൾക്കാർക്ക്. പിന്നെ കുഞ്ഞു മക്കളല്ലേ? 1-ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഇവൻ 3-ൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ പരിപാടി? എന്തൊക്കെ
ഞാൻ ഇപ്പോൾ ദുബായിലായിരുന്നു. ആ ഇപ്പോൾ ഞാനിപ്പോൾ വീട് പണിയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ തിരിച്ചു പോകും. തിരിച്ചു പോകണം. അതിപ്പോൾ 6 മാസം കൊണ്ട് തീർത്ത് തരാനാണ് പറഞ്ഞത്. അതിപ്പോൾ ഭാര്യ ടീച്ചറാ? ടീച്ചറാണ്. എവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്? ഇവിടെ തന്നെ. ഇവിടെ 2 ഇവനെ എന്നെ പഠിപ്പിക്കാരാ? ആ ആരാ? ഉമ്മ? ആ അത് ശരി, ഉമ്മ ടീച്ചറാണ്. ഉമ്മ പഠിപ്പിക്കാറില്ല കേട്ടോ. ഉമ്മ അടിക്കുവോ ക്ലാസ്സിൽ നിന്ന്? അടി കിട്ടുവോ? എന്താ പറയാ ഉമ്മ, എന്താ പറയാ ക്ലാസ് എന്നൊക്കെ? വീട്ടിലത്തെ മാതിരിയല്ലല്ലോ ക്ലാസ് സ്കൂളിൽ വന്നാല്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മൾ റമദാൻ ഇന്ന് എത്ര, ഇവന് വേറെ അറിയട്ടോ റമദാൻ എത്രടാ? 19. ഇന്ന് 19ആണ്. അപ്പോൾ നമുക്ക് സമയമില്ല. അപ്പോൾ ഏതായാലും ലാസ്റ്റ് നമുക്ക് ഷെയ്മാണ്ടി ഒരു പാട്ട് പാടിത്തരും ഇല്ലേ? പാടില്ലടാ നമ്മൾ? ഓക്കെ അല്ലേ? ഒന്ന് പാടിക്കോ. മുത്തറസൂലിൻ ചാരത്ത് ചെന്നണയാൻ ആജത്ത് ഉത്തമരോട് സലാം ചൊല്ലി ഒത്തി മണിക്കാൻ കൊതിമുത്ത് മക്കവൻ ഒരു നേതാവ് ചത്തിലൊരു ഓക്കെ, അവൻ അത്ര അറിയുള്ളൂ, അത് മതി. അപ്പോൾ ഷെയ്മാണ്ടിൻ്റെ പാട്ടുകൾ കേട്ടില്ലേ? ഇനി ഷാമോന് നമുക്കൊരു പാട്ട് വരും കേട്ടോ. ഷാമോനെ പാടില്ലേ നമ്മൾ? ഷെയ്മാണ്ടിൻ്റെ എല്ലാം ഉഷാറാണ് കേട്ടോ. നാരേ നാട്ടാരെ പിന്നെ പാതകൾ ഉന്നണ നേരാണ് കൈവും കൈവേറികളും മുണ്ട് നയിക്കണ നാരാണ് ആണും പെണ്ണും അടിപ്പുടി പറപ്പിൻ്റെ ക്യാഷിൻ്റെ ലഹരി ക്യാഷിൻ്റെ കലരി ഊട്ടിൻ്റെ രാജ്യത്ത് കൂട്ടിലെ ഈ കാടും കലരി ശരിയെ കേട്ട കഥകൾ ശരിയെ മുന്ന് നടിച്ചപ്പോൾ കഥകൾ പറിച്ച് വൈകൾ പലതനും വൈകൾ തളച്ച പൊടിച്ചപ്പോൾ എരിഞ്ഞ കനവ് നീ കേട്ട് ശരിയാ കാടളകി വരണ കൊമ്പനെ തളച്ച് ശരിയാ. ഓക്കെ, നല്ല അടിപൊളി പാട്ടാണല്ലോ. ആര് പഠിപ്പിച്ചെന്ന്? യൂട്യൂബിൽ നോക്കി പഠിച്ചാലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ കണ്ടില്ലേ 2 മക്കളുടെയും അടിപൊളി പെർഫോമൻസ്. ഇവരെ പിന്നെ ഫേസ്ബുക്ക് ചാനൽ അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കാണാത്തതുകൊണ്ട് അത് പേജൊക്കെ എടുത്ത് കാണുക കേട്ടോ. അപ്പോൾ ആ പേജിൻ്റെ പേര് പറഞ്ഞു കൊടുത്തോ നമ്മളെ ചാനലിൻ്റെ? ഷാമോൻ ഷെയ്മോൻ വേൾഡ്. ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ച് നിങ്ങൾ നോക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നല്ല അടിപൊളി അവതരണമാണ്. ആ പല്ലൊക്കെ തട്ട് ആ പല്ലനുണ്ടത് പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മോൻ്റെ പല്ല് കാണാൻ ഭയങ്കര ഉഷാറാട്ടോ. ആ കുപ്പായൊക്കെ കഴിച്ചിട്ട് ആ അവതരണം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്നാണ് ഇപ്പോൾ സൗകര്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് നിങ്ങളെ കാര്യങ്ങൾ നമ്മൾ ഇവരെ പേജ് കയറി അവരെ വീഡിയോസ് ഫുള്ള് കാണാൻ കഴിയും. നല്ല ഭാവിയുള്ള മക്കളാണ്, വളർന്നു വരുമ്പം അടിപൊളി ആട്ടെ. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ 1-ാം വയസ്സിൽ തന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്ത് വൈറലാകുകയാണെങ്കിൽ ഇൻഷാല്ലാ വലുതാവുമ്പോൾ ഒരു വലിയ മക്കളാവും. അപ്പം പിന്നെ അല്ല, എൻ്റെ ആഗ്രഹം എന്താ? ഓന് പൈലറ്റാണോ? ഓ, 2 പൈലറ്റാണെന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത നോമ്പിന് വരുമ്പോഴേ അടുത്ത കൊല്ലം നോമ്പിന് വരും. അപ്പോൾ അടിപൊളിയാണ് പരിപാടിയൊക്കെ. പരിപാടി വരെ എന്താ ഒന്നും പറയാത്തേ? ക്ഷീണിച്ചോ? നോമ്പുണ്ടെന്ന് ഇല്ലല്ലേ? ആ സാറില്ല, ചെറിയ കുട്ടികളല്ലേ, നിർബന്ധമൊന്നുമില്ല. നോമ്പുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. എന്നാലും നോമ്പില്ലെങ്കിലും വൈകുന്നേരം അങ്ങോട്ട് കാര്യമായിട്ട് ആ ടേളുമ കാര്യമായിട്ടില്ല ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കും പറഞ്ഞു കേട്ട്. അല്ല എന്ന് ഇന്നലെ നോറ്റണല്ലേ? ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആവുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എടാ 2 ടാറ്റ കൊടുത്താണി. ടാറ്റാ, ബൈ.